ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 12 വാക്യം. ഈശോ പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. അധ്വാനിച്ചു വരഞ്ഞ ശിഷ്യന്മാരോട് ഈശോ പറയുന്ന വാക്കുകൾ അതേ, വന്ന് പ്രാതൽ കഴിക്കുവിൻ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വേദനിച്ചിരുന്ന അവർക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടെ മീൻ പിടിക്കാനായിട്ട് പോയി, അല്ലേ? തിബേരിയസിന്റെ മുക്കും മൂലയും അറിയാവുന്ന പത്രോസാണ് ഇവർക്ക് നേതൃത്വം കൊടുത്തത്. പത്രോസ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല, വേദനിച്ചിരിക്കുകയാണ്. ഈ വേദനിച്ചിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞതേ, നിങ്ങൾ വലതുവശത്ത് വലയിറക്കുവിൻ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വന്ന പത്രോസ് ഈശോയുടെ വാക്ക് കേൾക്കുന്നുണ്ട്, അല്ലെ? ആ വാക്കില് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വലതുവശത്ത് വലയിറക്കി അവർക്ക് വേണ്ടതിലധികം മത്സ്യങ്ങളെ ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് ഇത് ഈശോയാണെന്ന് കേട്ടപ്പോൾ ഓടി വരികയാണ്. ഈശോയുടെ സന്നിധിയിലേക്ക് അവർ വന്നപ്പോൾ ഈശോ എന്താ ചെയ്തിരിക്കുന്നത്? അവർക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? പ്രാതൽ കഴിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആശ്വാസ വചനമാണ്. ഇഷ്ടംപോലെ അധ്വാനിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും അധ്വാനിച്ചിട്ട് ഫലമൊന്നും ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മോനെ, നീ എത്ര നിരാശപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ഓർക്കണം, നിന്റെ ജീവിതത്തിൽ എന്താ? നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ അധ്വാനിച്ച് വേദനിച്ചിരിക്കുമ്പോൾ നിന്നെ മാറ്റി നിർത്തുന്ന ദൈവമല്ല, മറിച്ച് നിനക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ബോധ്യമില്ല. ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. ഈശോ എനിക്കുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല. അവന്റെ ജീവിതത്തില് അവൻ ആ വേദനകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരും. എനിക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന എൻ്റെ ദൈവം. സ്നേഹമുള്ളവരെ, ആ സന്നിധിയിലേക്ക് ഒന്ന് വന്നാൽ എനിക്ക് വേണ്ടത് എൻ്റെ ദൈവം കൃത്യമായിട്ട് നൽകും. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റണം. വേദനകളിലും പ്രയാസങ്ങളിലും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ, നിരാശപ്പെട്ട് ജീവിക്കേണ്ടവരല്ല, മറിച്ച് ഈ വേദനകളെയും ഈ പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളിലും എനിക്ക് വേണ്ടത് തരാനായിട്ട് തയ്യാറായിട്ട് എൻ്റെ ദൈവം കാത്തിരിക്കുക. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് തയ്യാറാവണം. അവൻ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവണം. എൻ്റെ കഴിവനുസരിച്ച് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അധ്വാനിച്ചാൽ എനിക്കൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. പത്രോസിന് അറിവുണ്ടായിരുന്നു, അവൻ നല്ലൊരു മുക്കുവനായിരുന്നു. പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവനൊന്നും ലഭിച്ചില്ല. മറിച്ച് ഈശോയുടെ വാക്ക് കേട്ടപ്പോൾ അവന് വേണ്ടതിലധികം ലഭിക്കും നമ്മൾ കാണുന്നു. ഇതേപോലെയാ ദൈവസന്നിധിയിൽ വാ. അവൻ നിന്നോട് പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് വേണ്ടത് നിന്റെ ദൈവം തരും. നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ആ ദൈവസന്നിധിയിലേക്ക് നീ വരുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിക്കുമുള്ള പ്രശ്നം നിന്റെ ദൈവം തരും. പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കും തോറും ആ പ്രശ്നങ്ങൾ വലുതാവുകയുള്ളൂ. അതൊരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട്, അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട്, അവൻ പറയുന്നത് കേട്ടുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.